ആരാണ് തൊഴിലുറപ്പുകാരെ ശരിക്കും അവഹേളിക്കുന്നത്? പാർട്ടി പരിപാടികൾക്കും നേതാക്കന്മാരുടെ വരവേൽപ്പുകളിലും ജാഥകളിലും തൊഴിലുറപ്പുകാരോട് നിർബന്ധമായും പങ്കെടുക്കുവാനും ഇല്ലെങ്കിൽ തൊഴിലില്ലാതാവുമെന്നും പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞതിന്റെ തെളിവുകൾ പലതവണയായി നമ്മൾ തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടുകഴിഞ്ഞു. പ്രിയമുള്ളവരെ, നാളെ നമ്മളെ ഗോവിന്ദമാഷ ജാഥേന്റെ പരിപാടി തളിപ്പറമ്പിലാന്ന് രാവിലെ. അപ്പൊ നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഴുവനും അതിൽ പങ്കെടുക്കണം. നമ്മളെ വാർഡിൽ മസ്ട്രോൾ ഇല്ലാതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകം പറയേണ്ടി വരുന്നത്. അല്ലാതെ പണിയില്ല വാർഡിലെല്ലാം കൃത്യമായിട്ട് നാളെ പണി ലീവാക്കിക്കൊണ്ടാ പോകുന്നത്. അപ്പൊ ആരും ഒഴിഞ്ഞു പോകാണ്ട് മുഴുവനാളും ആ ജാഥയിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കോ, ഞാൻ അവരോട് അതിന്റെ ഉത്തരം ഞാൻ തന്നേക്കാം. അല്ല പരിപാടിക്കൊന്നും പോകാതെ ആൾക്കാരാണെങ്കിൽ അടുത്ത പണീന്റെ കാര്യം അന്നേരം നമ്മൾ ചിന്തിക്കാം കേട്ടാ. പാവപ്പെട്ടവന്റെ പെൻഷൻ കാശും തൊഴിലുറപ്പ് കൂലിയുമൊക്കെ അവകാശമായല്ല, ഞങ്ങളുടെ ഔദാര്യമാണെന്ന മനോഭാവത്തിൽ കൈകാര്യം ചെയ്യുന്ന CPIM നേതാക്കൾ തന്നെയാണ് സത്യത്തിൽ അവരുടെ മനുഷ്യാന്തസ്സിനെ വിലക്ക് വാങ്ങാൻ ശ്രമിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ പോലും ചട്ടങ്ങൾക്ക് വിരുദ്ധമായി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ കുടുംബശ്രീക്കാരുടെ യോഗം നടത്തിയതായുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. വടകരയിൽ CPIM നടത്തിക്കൊണ്ടിരിക്കുന്ന സാമുദായിക വിദ്വേഷം നിറഞ്ഞ പ്രചാരവേല ദൂരവ്യാപകമായ ഫലങ്ങളാണ് സൃഷ്ടിക്കുക. ഒരു ജാഥയിലെ മുദ്രാവാക്യത്തെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് നടത്തുന്ന ഈ ദുഷ്പ്രചരണം ഒരു പരിഷ്കൃത സമൂഹം മറക്കാൻ ശ്രമിക്കുന്ന കലാപങ്ങളുടെ മുറിവുകളിൽ നിന്ന് വീണ്ടും ചോര വാർക്കുമെന്ന് CPIMന് അറിയാനിട്ടല്ല. സമൂഹം തകർന്നാലും തങ്ങളുടെ താൽക്കാലിക ലാഭത്തിൽ കണ്ണും നട്ടിരിക്കുന്ന ദുരമൂത്ത നേതൃത്വത്തിന് എന്ത് സമൂഹം, എന്ത് സാമൂഹ്യനീതി. പക്ഷേ ഈ നാട് എല്ലാം കാണുന്നുണ്ട്. പാനൂരിൽ നടന്ന അതീവ ഗുരുതരമായ ബോംബ് നിർമ്മാണത്തിന്റെയും മരണത്തിന്റെയും വാർത്തകൾ പൊതുസമൂഹത്തിൽ നിങ്ങൾക്കുണ്ടാക്കിയ ജാള്യത മറക്കാൻ നിങ്ങൾ പടച്ചുവിടുന്ന വിദ്വേഷ വ്യാഖ്യാനങ്ങളെ ഈ നാട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഷാഫിക്ക് വേണ്ടി സ്നേഹത്തോടെ ആർജവത്തോടെ വടകര കൈപ്പത്തി ചിഹ്നത്തിൽ വിരളമർത്തും.